വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്യോഗസ്ഥ മേധാവി ദിവ്യ എസ് അയ്യർ എന്തിനാണ് ഇങ്ങനെ CPM സ്നേഹം കാണിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. തൻ്റെ ഭർത്താവായ മുൻ MLA ശബരിനാഥന് തൻ്റെ പുകഴ്ത്തൽ ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ളവരെ അവസരം കിട്ടുമ്പോഴൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് പണി പോകാതിരിക്കാനാണെന്ന് ഇപ്പോൾ വ്യക്തമായി വരുന്നു. അതായത് ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് കളക്ടർ ആയിരിക്കെ വർക്കലയിലെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്ന് വിജിലൻസിന് പരാതി ലഭിച്ചിരിക്കുന്നു. വർക്കല ഐരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വച്ചിരുന്ന 27 സെന്റ് ഭൂമി അത് റോഡ് പുറമ്പാക്കാണെന്ന് കണ്ടെത്തി വർക്കല തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ഒരു ഭൂമി ഒരിക്കലും സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തഹസിൽദാർ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ആ സ്വകാര്യ വ്യക്തി തനിക്ക് സർക്കാർ ഭൂമി കിട്ടിയേ മതിയാകൂ എന്നും പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ സബ് കളക്ടറെയാണ് ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നത്. എന്നാൽ പരാതിക്കാരന്റെ വാദം കേട്ട ദിവ്യ തഹസിൽദാരുടെ നടപടി അങ്ങ് റദ്ദാക്കി ആ സർക്കാർ ഭൂമി എന്ന് പറയുന്ന ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചു എന്നതാണ് പരാതി. ദിവ്യയ്ക്ക് എന്ത് കിട്ടി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ദിവ്യക്കെതിരെ CPM ജില്ലാ കമ്മിറ്റി തന്നെ ഈ ആരോപണം അന്ന് ഉന്നയിച്ചിരുന്നു. വി ജോയി MLA പരാതി നൽകിയതും ഇപ്പോൾ വിജിലൻസിന് കിട്ടിയ പരാതിയിലും പറയുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ദിവ്യ പതിവായി ലംഘിക്കുന്നു എന്നാണ് പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലും പറയുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലും അതുപോലെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിലും ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് പരാതിയിൽ വ്യക്തമായി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനെ കണ്ണൂരിലേക്ക് CPM സെക്രട്ടറിയായി പോകുമ്പോൾ പുകഴ്ത്തിപ്പാടിയത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ കുഞ്ഞുമായി വേദിയിൽ വന്നതുമൊക്കെ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ദിവ്യ എസ് അയ്യർക്കെതിരെ വിജിലൻസിനും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനുമാണ് അങ്ങനെ പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതി നൽകിയത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനാണ്. എല്ലാ വകുപ്പുകളിലും നല്ല സുഹൃത്ത് ബന്ധമുള്ള ഷാജഹാൻ വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിവ്യ എസ് അയ്യർ IASനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും കയറി CPMനെ ഇങ്ങനെ പുകഴ്ത്തിപ്പാടുമ്പോൾ അതിന് പിന്നിൽ ഒരു 27 സെന്റിന്റെ തട്ടിപ്പ് പരാതി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ്.